ഇന്നത്തെ മീറ്റിംഗ് കുറേ കൂടെ വിപുലമായിട്ടാണ്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് സുപരിചിതരായ ഫസ്റ്റ് മെമ്പേഴ്സ് കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ കുറച്ച് അതിഥികളുണ്ട്. ഏവരും ചേർന്ന് ഞങ്ങളുടെ ഈ സംഗമം ഭംഗിയാക്കാൻ സാധിക്കട്ടെ. നമ്മളുടെ മീറ്റിംഗ് ആരംഭിക്കുകയായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഒരു സംഘം തന്നെ ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. അതിനു മുന്നേ ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായിട്ട് ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ മോഹൻ സാറിനെ ക്ഷണിക്കുന്നു. ഒപ്പം മീറ്റിംഗിന്റെ കൂടെ ആയിരിക്കുന്ന ഫസ്റ്റ് മെമ്പർ ശ്രീ സാജൻ അവരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി സാധിക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക. നമ്മളുടെ സ്നേഹതീരം സ്റ്റാഫ് ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗത്തിൽ തുറന്നു ഭൂമിയിൽ നിർത്തടിക്കും പ്രകാശമേ, അന്ധകാരവിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ, ഏഴുമാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. ഒരു നിമിഷം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ മോളി സിസ്റ്റർ എല്ലാവർക്കും സുപരിചിതയാണ്. അതിനോടൊപ്പം നമ്മോടൊപ്പമായിരുന്ന എല്ലാ മീറ്റിങ്ങിലും മുന്നിലുണ്ടായിരുന്ന വിജയലക്ഷ്മി നമ്മുടെ ഇൻമേറ്റായിരുന്നു. അവരുടെ എല്ലാം വേർപാടിന്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി അവരുടെ ആത്മാവിന് ശാന്തിക്കായി ഒരു നിമിഷം നമ്മൾ മൗനമായി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗില് സ്വാഗതാശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സ്ഥാനത്ത് സെക്രട്ടറി ശ്രീ എർണാകുളത്തിനെ അതോടൊപ്പം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട അച്ഛനമ്മമാർ, ഓരോ മാസവും ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ നമ്മളുടെ സന്തോഷങ്ങൾ, നമ്മളുടെ നാളുകൾ എവിടെ, നാം ഇപ്പോൾ എവിടെ എന്ന് ചിന്തിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരുപാട് സാന്ത്വനമേകുന്ന ഒരു നിമിഷമാണ് നമ്മളുടെ ഈ സംഗമം. ഓരോ സംഗമങ്ങളിലും ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവുന്ന സാന്ത്വനവും സമാധാനവും അനുഭവിച്ച് പറഞ്ഞവനാണ് ഞാൻ.
ഏകാന്തതയിൽ നിന്ന് നമുക്കായി ഈ ഒരു സംഗമം എന്നും ഈശ്വര സാന്നിധ്യമാണ്. ഏതായാലും ഇന്നത്തെ ഈ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന സ്നേഹതീരം ബഹുമാനപ്പെട്ട അച്ഛനമ്മമാർക്ക് ആർദ്രവുമായ സ്വാഗതം. ഒപ്പം നമ്മോടൊപ്പമായിരിക്കുന്ന നമ്മുടെ ട്രസ്റ്റ് മെമ്പേഴ്സ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണ് ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ മോഹൻ സാർ. മോഹൻ സാറിനെ എവരുടെയും പേരിൽ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ആർദ്രവുമായ സ്വാഗതം. അതേപോലെ തന്നെ ട്രസ്റ്റ് മെമ്പർ ശ്രീ സാജൻ സാർ, അദ്ദേഹത്തിനും എവരുടെയും പേരിൽ ആർദ്രവുമായ സ്വാഗതം. കൂടാതെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അതിഥികൾക്കും എല്ലാ മെമ്പേഴ്സിനും ആർദ്രവുമായ സ്വാഗതം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, സ്നേഹതീരം എങ്ങനെ മുന്നോട്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സഹകരണം സ്റ്റാഫിൽ നിന്നാണ്. പ്രിയ സ്റ്റാഫുകൾക്കും ആർദ്രവുമായ സ്വാഗതം. ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശം പരത്തും. ഈശ്വരന്റെ നിഴലാണ് പ്രകാശം. തീർച്ചയായിട്ടും ഒരു ചിരിക്കുന്ന, ഒരു പുഞ്ചിരിക്കുന്ന മുഖത്ത് ഈശ്വര സാന്നിധ്യം ഉണ്ടാകും. ഏതെങ്കിലും സമയത്ത് നമ്മൾ ദുഃഖത്തിലാഴ്ന്ന് സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് ചിരിക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കും തന്നെ മുഖത്ത് ഒരു പ്രസന്നത വരുത്താൻ സാധിക്കില്ല. ഏതായാലും ഏവരും ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ആയിരിക്കട്ടെ എന്ന വലിയ വിശ്വാസത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ ആർദ്രവുമായ സ്വാഗതം. വൈകി വന്ന എന്റെ ജ്യേഷ്ഠനും കുടുംബത്തിനും പ്രത്യേകിച്ച് സ്വാഗതം. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചാൽ നമുക്ക് അതൊരു പാഠമാണ്. വൃദ്ധര് എന്ന് പറയുന്നത് പ്രായം ആകുന്നവരല്ല വൃദ്ധ എന്ന് പറയുന്നത്. വൃദ്ധ എന്ന് വെച്ചാൽ വൃദ്ധിയുള്ളവരാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ മീറ്റിംഗ് നടന്ന ആളുകൾ വന്നിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോഴാണ് അത് നിന്ന് പോയത്. അപ്പോഴൊരു ട്രസ്റ്റ് മീറ്റിംഗിൽ എപ്പോഴും വരുന്നൊരു പരാതിയാണ്, ഇങ്ങോട്ട് ട്രസ്റ്റ് മെമ്പേഴ്സാരും വരുന്നില്ല എന്ന്. അത് ഒരു കാര്യം വെച്ചാൽ എല്ലാ കാര്യവും പെണ്ണപ്പമാണെന്ന് പങ്കായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ വന്നിട്ട് വേറെ എപ്പോഴെല്ലാം നല്ലൊരു പോകുന്നുണ്ട്. ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും നാം നേസിപ്പതും ശ്വാസിപ്പതും ഉദയവാൻ താനേ நான் ஏங்குகிறேன் ஏங்குகிறேன் உன்னினைவான் தானே நான் வசீகர என் நெஞ்சினிக்க உன் பொன்மதியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா உன் ஜென்மங்களின் ஏக்கங்கள் தீரும். എല്ലാവരും ചായസർക്കാരിന്റെ തിരക്കിലായിരുന്നു. ഇത്ര വലിയ ചായ സർക്കാർ ചെയ്തത് എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുക. അപ്പൊ നമ്മുടെ ഒരു ട്രസ്റ്റ് മെമ്പർ
ജോർജ് ആൻഡ് ഫാമിലി. പുള്ളിക്കൊരു ഭയങ്കര നിർബന്ധം, ഇന്നത്തെ ചായ സൽക്കാരം ഞങ്ങളുടെ വകയായിരുന്നു. ജോർജ് ഇങ്ങോട്ട് വരുമോ? മക്കളെ എവിടെ വിളിക്ക്. നമ്മുടെ ട്രസ്റ്റ് മെമ്പറാണ്. അദ്ദേഹത്തിന്റെ മകള് എവിടെയാണ്? ഓസ്ട്രേലിയ. ഒരാള് UK ആണ്, അടുത്ത ആള് PhD എടുത്തിരിക്കുകയാണ് ഭോപ്പാൽ. ഇവർക്ക് നമ്മളുടെ ഈ കുടുംബത്തിലേക്ക് ആർദ്രവമായ സ്വാഗതം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം കൈരണിയും കാലമുണ്ടതോക്കണം കവിയിലൂടൊഴുകുന്ന കണ്ണീരപ്പുറം മുന്തിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവൻ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം കൈരണിയും കാലമുണ്ട നോക്കണം കവിളിലൂടൊഴുകുന്ന കണ്ണീരുണ്ടെന്നതും ഓർക്കണം. ഈ വിജയത്തിന് ജഗദീശന്റെ അനുഗ്രഹം മാതാപിതാക്കൾക്കും എല്ലാ ഫാമിലിക്കും ദൈവം അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരുപാട് സന്തോഷത്തോടെ ഉള്ള നിമിഷങ്ങൾ. പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഒരു നീണ്ട ഒരു യാത്രയായിരുന്നു PhD എന്ന് പറയുന്നത്. അത് ഇന്നത്തെ ഈ അഭിനന്ദനത്തിന് ഞങ്ങൾ കണ്ടു. അഭിനന്ദനങ്ങൾ തീർന്നില്ല. നമുക്ക് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് നീതു സ്വരാജ്, എവിടെ നീതു? നീതുവിന്റെ മകൾ തേജ സ്വരാജ്. തേജ സ്വരാജിനും ഒരു അഭിനന്ദനങ്ങൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇതിന് മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അധികം അഭിനന്ദനങ്ങൾ ഞാൻ നീതുവിന് തന്നെ കൊടുക്കുന്നത്. കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി ആ നിലയിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദനങ്ങളെക്കാൾ അധികം അഭിമാന നിമിഷങ്ങളാണ്, അല്ലേ? നീതുവിന്റെ ആ വലിയൊരു ലക്ഷ്യം മകളിലൂടെ പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ക്രിമിനോളജി ആൻഡ് പോലീസ് അഡ്മിനിസ്ട്രേഷൻ, അതല്ലേ? അതിലാണ് അവൻ വലിയ റാങ്കോടെയാണ് പാസ്സായിരിക്കുന്നത്. തമിഴ്നാട് ഗവർണറുടെ കയ്യിൽ നിന്ന് പതക്കം വാങ്ങിയതാണ് കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ പോയിട്ട് തമിഴ്നാട് ഗവർണറുടെ കയ്യിൽ നിന്ന് പതക്കം വാങ്ങിയതാണ്. എത്രാം റാങ്കായിരുന്നു? 84th റാങ്ക്. എനിക്ക് ഒരുപാട് സന്തോഷത്തോടെ നല്ലൊരു കയ്യടിയോടെ മോൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇതെങ്ങനെ പറയാനൊന്നും അറിയില്ല. ഞാൻ വാങ്ങാൻ പോണേ മുന്നേ ഇവിടെ വന്നിട്ടാണ് ഞാൻ പോയത്. ഇവിടെ എല്ലാവർക്കും തന്നെ അറിയാം, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്ന് എല്ലാവരെയും കാണാറുണ്ട്. എന്തായാലും ഇത് എനിക്ക് ഒത്തിരി സന്തോഷമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഇന്ന് വീട്ടിൽ, ഞാൻ കണ്ണൂരുകാരിയാണ്, എൻ്റെ അമ്മ ഇന്ന് വീട്ടിൽ ഒറ്റയ്ക്കാണുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫീലിംഗ് ആയിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടാനും സംസാരിക്കാനും ഒറ്റപ്പെടൽ ഒഴിവാക്കാനും അങ്ങനെ ഒരു സംഭവം ഉള്ളത് വലിയ നല്ല കാര്യമുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും ഉണ്ട്.
പക്ഷെ എനിക്ക് ഒരു തരത്തിൽ ഭയങ്കര ഒരു യൂണിറ്റി അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഴിഞ്ഞ ഒരു 3 മാസത്തോളമായി ഞാനിവിടെ വന്നിട്ട്, കാരണം ചില ഔദ്യോഗിക തിരക്കുകൾ ഉള്ളതുകൊണ്ട് എത്താൻ സാധിക്കാറില്ല. കുടുംബപരമായ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതല്ല. പിന്നെ കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ എന്തിൻ്റെയെന്ന് വളരെ പറഞ്ഞു, ആരും വരുന്നില്ല, നോക്കുന്നില്ല, നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. കാരണം എൻ്റെ കയ്യിൽ നിങ്ങളെല്ലാവരും വളരെയധികം സുരക്ഷിതരാണ്. അതിലേറെ സ്നേഹത്തോടെ നിങ്ങൾ പരിപാലിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സ്റ്റാഫ് ഞാൻ എപ്പോഴും പറയും. കാരണം നമ്മളെക്കാളൊക്കെ ഏറെ അഭിമാനം അർഹിക്കുന്നവരാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫും. അവരോരോരുത്തരുടെയും കഴിവും പരമാവധി അവരുടെ പ്രയോജനപ്പെടുത്തുന്നു. അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളിവിടെ എത്തിയില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. ആദ്യത്തെ നറുക്കെടുപ്പ് കാർത്തോമ തന്നെയാകട്ടെ. 3rd പ്രൈസ് ആണ് എടുക്കുന്നത്. 3rd പ്രൈസ് ഇത് ഒരു 4 ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു അക്കൗണ്ട് ഉണ്ട്. ഒരു 4 ഉണ്ട്. വേറൊരു അക്കൗണ്ട് ഉണ്ട്. ഒരു 4 കൂടെ മറ്റൊരു അക്കൗണ്ട് കൂടി ഉണ്ട്. 2 4 ആണെങ്കിൽ 2 4 അല്ലെങ്കിൽ 2 4 2 4 അല്ല 2 4 ആണോ? 44 ആണോ? ഓക്കെ, നമ്മുടെ സ്ഥാപനത്തിലെ ഒരു പ്രമുഖമാണ് ജിംസൺ. സെക്കൻഡ് പ്രൈസിന്റെ നറുക്കെടുപ്പ്. ഇതെന്റെ നമ്പർ തന്നെയാണല്ലോ. 7 ആണ്. 8 ഉണ്ട്. 7 ഉണ്ട്, 8 ഉണ്ട്. അതാണ് കയ്യില് 7 ഒരു 8 അതിനകത്തുണ്ട്. ഹോംനേഴ്സ് മനുവനാണ് സെക്കൻഡ് പ്രൈസ്. ഇത് ഭയങ്കര പ്രശ്നമുണ്ടോ? അതിന്റെ ഒപ്പം തന്നെ മനുവിന്റെ കാര്യം കൂടുതലാണ് എടുത്തത്. 7 തന്നെയാണ്. 7 പറഞ്ഞിട്ടുണ്ട്. 7ന്റെ ഒപ്പം അല്ലെങ്കിൽ 7ന് മുന്നേ ഒരു 9 ഉണ്ട്. നമ്മുടെ ട്രഷറർ KP സാജനെ ആദരവോടെ ക്ഷണിക്കാം. ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിശക്തമായ വിമർശനമാണ് പ്ലസ് ടു വിഭാഗങ്ങളെ സംബന്ധിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചത്. അത് വേറെയൊന്നുമല്ല, ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെയുണ്ട്. എനിക്ക് 4 കല്യാണമുണ്ട്, അടിയന്തര പരിപാടിയുണ്ട്. അതിനിടയിൽ വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ബോധപരിപാടിയിൽ പോയി
പിന്നെയുള്ള പരിപാടിയിൽ പോകില്ല. നമുക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് ഇതായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാവരും കാണുമ്പോൾ വലിയ സന്തോഷമാണ് തോന്നുന്നത്. ആദ്യ സമയത്തെല്ലാം എനിക്കിവിടെ വരുമ്പോൾ ഈ ഹേമചേച്ചിയുടെ കൂട്ടുകാർക്കുണ്ടായ വികാരം എനിക്കുണ്ടായതാണ്. കാരണം നമ്മൾ സങ്കല്പിക്കുകയാണല്ലോ സ്ഥലത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിൽ പോയിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം ഈ കാര്യങ്ങൾക്കെല്ലാം സജീവമായി ഇടപെടുന്ന നമ്മുടെ സ്നേഹത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പണിക്ക് എന്നാണ്. അദ്ദേഹത്തിന്റെ എല്ലാവരുടെയും പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ മകനോടെയുണ്ട്, ജ്യേഷ്ഠനോടെത്തിയിട്ടുണ്ട്. എല്ലാവരും പുറത്തുനിന്ന് വന്ന മുഴുവൻ അതിഥികളെയും സ്നേഹത്തിന്റെ അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടിയിട്ടും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ ഇത്രയും നേരം ക്ഷമയോടുകൂടി ഇതെല്ലാം വീക്ഷിച്ചിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത രേഖപ്പെടുത്തുന്നുണ്ട്. എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് വാങ്ങിയത് ഫൗസിയ ഫൗസിയെ ക്ഷണിക്കാനുള്ളത്. ഈ പ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ സാധനം ക്ഷണിക്കും. എല്ലാവരും നമുക്ക് എവിടെയാണ് സെക്രട്ടറി പാട്ടുകളാണ്. അവരാണ് നമ്മുടെ ഫാമിലീസ് ആണ്. എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് കൊടുക്കുന്ന ആളാണ്. സമ്മതം കൊടുക്കുന്നത് സാധനമാണ്. ഓക്കെ ഓക്കെ താങ്ക് യു. ചെയ്യുന്നത് ജിൻസനാണ്. ആ നമ്മുടെ കുടുംബാംഗമാണ്. ജിൻസനെ ക്ഷണിക്കുകയാണ് ഏൽപ്പിച്ചതിന് വേണ്ടി. താങ്ക് യു ജിൻസൺ. ഓക്കെ മാതാവിന്റെ മടിയടികൾ ഇറങ്ങി വരാമോ, ഇറങ്ങി വരാമോ ഉണ്ണി, ഇറങ്ങി വരാമോ. മനത്തിലെ തേൻ കുടിക്കാൻ ചാരത്തുവായോ, ചാരത്തുവായോ ഉണ്ണി, ചാരത്തുവായോ. നന്ദിരി നന്ദി ചവേരി വിസ്മരി നോന്തി മനമണിയെ വിരിവരയിച്ചതി നോന്തി വാസതി വിസ്മയാസ വിശ്വതുരെ ഭഗവതിയെ സരി കണ്ടപതുമ്പടി ഓവതുമ്പൻ ഓടുതേ ജയജയഭിത്തരി സാസതി വാസതി വിസ്മയാസതി വിശ്വതുരെ. എന്തായാലും നമ്മളുടെ യോഗം നല്ല രീതിയിൽ ഇവിടം വരെ എത്തി അല്ലേ. ഇനി നമുക്ക് ഫസ്റ്റ് സെക്രട്ടറിയുടെ ഒരു കവിതയുടെ 2 വരികളും കൂടി കേൾക്കണമെന്നുണ്ട്. അതുകൂടി കേട്ടുകൊണ്ട് അവസാനിച്ചാൽ പോലെ. അപ്പൊ മോഹൻ സാറിനെ ക്ഷണിക്കുന്നു. ഏതായാലും നമ്മൾ പിടിച്ചുള്ള അഭിനയിക്ക് ചെയ്തു. വെച്ച പൈകിളിയെ പോലെ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, ഒഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ നീ നുടഞ്ഞു പിടയുന്നു ഞാൻ.